വെൽക്കം ടു മമ്മി ടോക്സ്. സോ ബേസിക്കലി എല്ലാവരും എന്നെ വേർഡ്സ് ഓഫ് ഇൻസ്പിറേഷനെ കൂടാണ് അറിയാവുന്നത്. ഇത് ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങാനുള്ള മെയിൻ കാരണം വാട്ട് ഓൾ ഐ വാസ് ഗോയിങ് ത്രൂ, വാട്ട് ഓൾ ഐ എം ഗോയിങ് ത്രൂ ആസ് എ മദർ ഓഫ് 3 kids. എനിക്കിത് ഷെയർ ചെയ്യണം തോന്നി. സം ആർ ലൈക്ക് കുറച്ച് മിസ്കൺസെപ്ഷൻസ് ഉണ്ട്. കുറെ കാര്യങ്ങൾ എനിക്ക് ആരെങ്കിലും പറഞ്ഞു തന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. ആൻഡ് ആസ് യു സീ, ഫിൽറ്റർ ഒന്നും ഇല്ലാതെ ദിസ് ഈസ് ഹൗ യു വിൽ ബി ലുക്കിംഗ് ആഫ്റ്റർ എന്താ പറയാ, ഒരു 1 ഡെലിവറി 2 ഡെലിവറി ഒക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലാവും. ഓക്കെ, ഇറ്റ് ഡസൻറ്റ് മാറ്റർ ബിക്കോസ് യു ആർ ബീങ് ഗോൺ ത്രൂ വെരി ബിഗ് ഒരു പാർട്ടാണ് നിങ്ങൾ. ആൻഡ് സ്മോൾ ഹ്യൂമൻ ബീൻ ഉണ്ട്, നിങ്ങളിൽ കൂടെ വന്നൊരു സ്മോൾ ഹ്യൂമൻ ബീൻ ഉണ്ട്. സോ ഇറ്റ്സ് ലൈക്ക് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ജേർണി ബട്ട് ഗോയിങ് ത്രൂ എന്ന് പറയാം. ആൻഡ് യാ, സോ ബാക്ക് ടു മൈ ടോപ്പിക്. ഞാൻ ഈ റീസെന്റ് ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. എല്ലാവരും അറിഞ്ഞു വെക്കണം, ഈ കുട്ടിക്ക് തുടർച്ചയായിട്ട് പാല് കൊടുക്കാതെ കുറച്ച് കൊടുക്കും, പിന്നെ അപ്പുറത്ത് വേറെ കൊടുക്കും, ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു, മാറി മാറി ഇങ്ങനെ മാറ്റി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടീനെ നോക്കാൻ വന്നൊരു സ്ത്രീ ബ്രസ്റ്റിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഇങ്ങനെയാണ്, തുടർച്ചയായിട്ട് ഒന്നിൽ തന്നെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. ഇതിൻ്റെ അപകടം എന്താണെന്ന് മനസ്സിലായോ? അതായത് നമ്മുടെ ബ്രസ്റ്റിൽ നിന്ന് ആദ്യം വരുന്ന ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വരുന്നത് 4 മിൽക്കാണ്, അതായത് കട്ടിയില്ലാത്ത പാലാണ്. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കഴിയുമ്പോഴേ നമുക്ക് സാധാരണ കട്ടിയുള്ള പാല് വരാൻ തുടങ്ങുള്ളൂ. അതായത് നമ്മുടെ പ്രോട്ടീനും പിന്നെ ഫാറ്റും ഒക്കെ കൂടുതലുള്ള പാല് അതിന് ശേഷമാണ് വരാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുമ്പേ കുട്ടിക്ക് നിർത്തിക്കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ആ പാല് കിട്ടില്ല, കുട്ടിക്കാകെ ദാഹം മാത്രമേ മാറുള്ളൂ, കടി വെക്കില്ല. അപ്പൊ ഇത് കേട്ടുള്ളതാണ്, 2 നിന്നും കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഉറയത്തില്ലെന്നോ. സോ ഇറ്റ് ഇസ് ലൈക്ക് എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ് അതിൽ നിന്ന് മാത്രം കൊടുക്കരുത്. വൈ ഇറ്റ് ഇസ് ബിക്കോസ് നമ്മൾ എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, തല്ലിച്ച് നിൽക്കും, നമുക്ക് തന്നെ വേദനയാവും. സോ ആ ഒരു സമയത്ത് ഒരു സയന്റിഫിക് റീസൺ ഇല്ലാതെ നമ്മുടെ അമ്മമാരോ അമ്മൂമ്മമാരോ വലിയ ആൾക്കാർ നമുക്ക് പറഞ്ഞു തരുന്നൊരു കാര്യമാണ് ഇങ്ങനെ കൊടുക്കും. പക്ഷെ ഇറ്റ് ഡസൻ മീൻ ദാറ്റ് കുഞ്ഞുങ്ങൾക്ക് അത് ആരോഗ്യകരമാവണം എന്നില്ല. സോ വാട്ട് ഐ അണ്ടർസ്റ്റുഡ് ഇസ്, നിങ്ങൾ 1 സൈഡ് ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആസ് എ മദർ, ഞാൻ തന്നെ മോമി ബ്രെയിൻ ആണ്, മറന്നുപോകും. സോ ബേസിക്കലി ഓർത്തിരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ മാറി മാറി കൊടുക്കുക. ഇൻ ദ സെൻസ് ഒരു ടൈം ഒരു സൈഡിൽ നിന്ന് ഫീഡ് ചെയ്യുക, ആൻഡ് ദ നെക്സ്റ്റ് ടൈം വെൻ ഇറ്റ് ഇസ് അനദർ ഫീഡിങ് ടൈം അടുത്തതിൽ നിന്ന് കൊടുക്കുക. സോ ഓൾവേസ് റിമെമ്പർ ദിസ്. നമ്മൾ ഒത്തിരി ആൾക്കാർ പല അഭിപ്രായങ്ങളും പറയും. ഓൾവേസ് ടേക്ക് എ ഗുഡ് ഒപ്പീനിയൻസ് ഫ്രം എന്താ പറയുക, കുറച്ചുകൂടെ പ്രൊഫഷണൽ ആയിടത്തുനിന്ന് മാത്രം ഒപ്പീനിയൻ എടുക്കാൻ ശ്രദ്ധിക്കുക. ബാക്കി പറയുന്ന എല്ലാം ഇതുവഴി കേട്ടിട്ട് ഇതുവഴി വിടാൻ ശ്രമിക്കുക. പിന്നെ നല്ല കാര്യങ്ങൾ എടുക്കുക, കാരണം എക്സ്പീരിയൻസ് ഉള്ളവരാണ്, നമ്മുടെ അമ്മമാരാണ്. സോ ഡോണ്ട് വറി, ശരിയാവും അല്ലേ? ആൻഡ് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ് നമുക്ക് തന്ന മക്കളെ. സോ ഇറ്റ്സ് എ ഹ്യൂജ് ബ്ലെസ്സിങ്. സോ യാ, അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ ഫ്രം മീ ആൻഡ് ബേബീസ.